ഈ സംഗീതം മനോഹരമായതിന്റെ പ്രധാനം അതിന്റെ ശ്രുതി, താളം, ലയം എല്ലാം ഒത്തുവന്നു ശ്രേഷ്ഠമായിരുന്നു. സംഗീതത്തിന് 3 അക്ഷരം മാത്രമാണ് എങ്കിൽ നാം എല്ലാവരും ജീവിച്ചു തീർക്കുന്ന ഈ ജീവിതത്തിനും വെറും 3 അക്ഷരം മാത്രമാണ്. ജീവിതം എങ്ങനെ മനോഹരമാക്കാം, ജീവിതത്തിന് അർത്ഥവ്യാപ്തി കിട്ടുവാൻ എന്തു ചെയ്യണം? പ്രതീക്ഷയോടെ ആരംഭിച്ച പ്രഭാതത്തിലെ ഈ യാത്ര പ്രദോഷത്തിൽ പൂർത്തീകരിക്കുമ്പോൾ സമാധാനപൂർണമായിരിക്കുന്ന ജീവിതത്തിന് എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും, എന്തു ചെയ്താൽ സമാധാനപൂർണമായ ഒരു ജീവിതം കിട്ടും എന്നിത്യാദി വസ്തുതകളെ നിങ്ങളോട് പങ്കുവയ്ക്കേണ്ടതിന് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് രാജീവ് സാറാണ്. അദ്ദേഹത്തെ അതിനായിട്ട് ക്ഷണിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ഇവിടേക്ക് സാദരം ക്ഷണിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾ, നല്ലവരായ നാട്ടുകാർ, സ്നേഹമുള്ള ദേശനിവാസികൾ, വ്യാപാരി സുഹൃത്തുക്കൾ, ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളിൽ പണിയെടുക്കുന്ന അധ്വാന വർഗ സഹോദരങ്ങൾ, സ്നേഹിതർ, സുഹൃത്തുക്കൾ, വളരെ തിരക്കുള്ള ഒരു നാടാണ് ഈ നാട്. വളരെ തിരക്കുകൾ എന്നത് ചെറിയ തിരക്കല്ല, വലിയ തിരക്കാണ്. വാഹനങ്ങൾ തുരുതുരെ ഓടിക്കൊണ്ടിരിക്കുന്നു, ആളുകൾ വേഗപൂർണമായി നടക്കുന്നു, ജോലികൾ തകൃതിയായി നടക്കുന്നു. ആകെ മൊത്തം ഒരു ഭയങ്കര തിരക്കുള്ള, എല്ലാവരുടെയും മുമ്പിൽ ഒട്ടനവധിയായ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യരാണ് ഇവിടെയുള്ള ആളുകളെന്ന് മനസ്സിലാക്കുന്നു. ഇവരുടെ നടുവിലാണ് ഇങ്ങനൊരു സന്ദേശം വെക്കുന്നത്. പൊതുവിൽ ആളുകൾ ചോദിച്ചേക്കാം, ഈ സന്ദേശം ഇങ്ങനെ വെക്കുമ്പോൾ എന്നാണ് കാര്യം? ഈ തിരക്കുള്ള സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഗുണമുണ്ടോ, നന്മയുണ്ടോ, രക്ഷപ്പെടുവോ? ഇതൊക്കെ 100 ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ നടുവിലാണ് ഈ പ്രോഗ്രാമുകൾ ഇവിടെ നടക്കുന്നത്. ലോകത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ പ്രഥമവും പ്രമുഖവുമായ സ്ഥാനം വഹിച്ച അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന മഹനീയമായ പ്രസ്ഥാനത്തിൻ്റെ മലയാളക്കരയിലെ കഴിഞ്ഞ 1 നൂറ്റാണ്ടിലധികമായി പ്രവർത്തിച്ചു വരുന്ന സാമൂഹിക, സാംസ്കാരിക, മത, സാമൂഹിക രംഗങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന ഞങ്ങളുടെ ഈ ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ സാംസ്കാരിക സുവിശേഷീകരണ വിഭാഗമായ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കേരള ലഹരി വിമോചന യാത്രയാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ 1-ാം തീയതി കേരളപ്പിറവി ദിനത്തിന്റെ അന്ന് കേരളത്തിന്റെ തെക്കേ അറ്റത്തു നിന്ന് ഒരു വാഹനം പതിയെ മെല്ലെ ഓടി കേരളത്തിന്റെ വടക്കേ അറ്റമായ കാസർഗോഡ് വരെ എത്തിച്ചേർന്ന് അവിടെ നിന്ന് തുടങ്ങി നാട്ടുകാരോട് വർത്തമാനം പറഞ്ഞ് സംവദിച്ച് ഞങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് ബോധവൽക്കരണ സന്ദേശങ്ങൾ നടത്തി നല്ല പാട്ടുകൾ പാടി അത്യാവശ്യം വായിക്കാൻ കൊള്ളാകുന്ന നവോത്ഥാനത്തിന്റെ ലഘുലേഖ പ്രതികൾ വിതരണം ചെയ്ത് സ്നേഹത്തിന്റെ വാർത്തകൾ അടങ്ങുന്ന സ്നേഹ സന്ദേശം, വചനങ്ങൾ ഞങ്ങൾ ആളുകളോട് സംവദിച്ചും നൽകിയും പറഞ്ഞും ഒക്കെ ആയിട്ട് ഈ യാത്ര ഇപ്പൊ കൊല്ലം ജില്ലയിൽ എത്തി നിൽക്കുകയാണ്. ഈ യാത്രയിൽ 10-17 വരുന്ന ചെറുപ്പക്കാർ യാത്രയെ പ്രതിദിനം അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിന്റെ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന്റെ അനുഗ്രഹീതനായ അമരക്കാരൻ പാസ്റ്റർ ജെ ജോൺസൺ ആണ് ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വളരെ സന്നദ്ധ പ്രവർത്തകരായി ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പമുണ്ട്. ഇന്ന് ഈ യാത്രയ്ക്ക് കുണ്ടറയിൽ എത്തുമ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിലെ ഈ കുണ്ടറയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ചുമതല വഹിക്കുന്ന അനുഗ്രഹീത ദേവദാസൻ പാസ്റ്റർ സോജി കോശിയും ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് ആതിഥ്യമരുളാനും അനുഗ്രഹിപ്പാനും ആശംസകൾ പറയാനും ഞങ്ങളോടൊപ്പം എത്തിച്ചേർന്നു എന്നുള്ളതിലും സന്തോഷമുണ്ട്. ഇന്ന് എനിക്ക് മുമ്പ് മുഖവുര പറഞ്ഞ പ്രഭാഷകൻ എൻ്റെ സ്നേഹിതൻ ബിജു തങ്കച്ചൻ പറഞ്ഞതുപോലെ ജീവിതം എന്നത് ഒരു ചെറിയ ഒരു തുരുത്താണ്. 3 അക്ഷരം മാത്രമേ ഉള്ളൂ. ജീവിതത്തിന് ആർക്കും ഗ്യാരണ്ടി ഇല്ല. ഗ്യാരണ്ടി ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഒരു മാതാപിതാക്കളുടെ മുമ്പിൽ ഉള്ളിൽ വന്ന് ജനിച്ച് അവൻ ഈ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക്
കടന്നു വന്നാൽ അവൻ 80 വർഷം ജീവിക്കുമെന്നോ 100 വർഷം ജീവിക്കുമെന്നോ 50 വർഷം ജീവിക്കുമെന്നോ ഇനി വേണ്ട 10 വർഷം ജീവിക്കുമെന്നോ വേണ്ടെന്ന് ഒരു ദിവസം ജീവിക്കുമെന്ന് ഗ്യാരണ്ടിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു കുഞ്ഞിന്റെ നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയൊന്ന് കാണുകയുണ്ടായി. പ്രസവിച്ച് പുറത്തു വന്ന് 1 മണിക്കൂർ തികച്ച് ആ കുഞ്ഞ് ഭൂമിയിൽ ജീവിച്ചില്ല. അതിനു മുമ്പേ ഈ ലോകത്തോട് മാറ്റം പെട്ടു. ആ കുഞ്ഞിനെ ഒരു ചെറിയ പെട്ടിക്കകത്ത് വെച്ച് അവരെ വീടിന്റെ വളപ്പിൽ കൊണ്ടുവന്ന് ആ ശുശ്രൂഷകൾ നടത്തുക. അപ്പോൾ ആ പിതാവ് പറഞ്ഞ വാക്ക് എൻ്റെ ചെവിയിൽ ഇപ്പോഴുമുണ്ട്. ഞങ്ങൾ അവനെ നേരിട്ട് കണ്ടത് ചെറിയ മിനിറ്റുകൾ മാത്രമാണ്. ഞങ്ങൾ അവന്റെ മുഖം ശരിയായ വിധത്തിൽ ഓർത്തു വെക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. ഒരു 5 വർഷം കൂടെ കഴിഞ്ഞാൽ അവന്റെ രൂപം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല. എങ്കിലും അവൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. വേദനയോടുകൂടിയാണെങ്കിലും ഞങ്ങൾ യാത്രയാക്കുന്നു. അർത്ഥം 10 മാസം ഒരു അമ്മയുടെ വയറ്റിൽ കിടന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഭൂമിയിൽ വന്ന് പിറന്നു എന്ന് പറഞ്ഞ് കാര്യമില്ല. അത് എത്ര ദിവസമെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ആളുകളുടെയൊക്കെ പോക്കും വരവും, ആളുകളുടെ പ്രഹസനവും പ്രകമ്പനവും ആഡംബരവും എന്താ പറയുക കൊലവിളിയൊക്കെ കേട്ടാൽ ലോകത്തിൽ ഒരു 100 വർഷം ഒരു കുഴപ്പമില്ലാതെ ഞാൻ ജീവിക്കുമെന്ന് വെല്ലുവിളിക്കുന്നത് പോലെയാണ് പലപ്പോഴും കേൾക്കുന്നത്, കാണുന്നത്. ഇതിന് ശരിക്ക് മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാരണ്ടി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഭാഷ പറഞ്ഞ അടങ്ങി ഒതുങ്ങി ഭവ്യതയോടെ താഴ്മയോടെ മറ്റുള്ളവരെ സ്നേഹിച്ചും കരുതിയും ഒക്കെ പോകുന്നതായിരിക്കും ഉത്തമം എന്നാണ് പൊതുവെ ഉള്ള ഒരു ചിന്ത. അതിനപ്പുറം വലിയതൊക്കെ കാണിക്കാൻ പോയാൽ നമുക്കൊന്നുമില്ല. ഇവിടെ ഇല്ല. ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് വെട്ടിപ്പിടിച്ചവര്, സാമ്രാജ്യം നേടിയവര്, ഉലകത്തെ കിടുകിടെ വിറപ്പിച്ചവര്, കീഴ്മേൽ മറിച്ചവര്, ഈ ലോകത്തെ തങ്ങളുടെ പ്രതാപം കൊണ്ട് അടക്കി ഭരിച്ചവര്, അവരെല്ലാം ഈ ലോകം വിട്ട് ഒരു കാലഘട്ടത്തിൽ മാറ്റപ്പെട്ടു കഴിഞ്ഞു. അവര് ഈ ഭൂമിയിൽ ഉണ്ടാക്കിയ പേരും പെരുമയും കീർത്തിയും എല്ലാം അവരോടുകൂടെ അവസാനിക്കപ്പെട്ടും കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ പിന്നെ കാണുന്നത് ചില ഓർമ്മകളും ചില ചിത്രങ്ങളും ചില മെമ്മറികളും മാത്രമാണ്. അതിനപ്പുറമൊന്നുമില്ല. പക്ഷേ ഈ ജീവിതം കൊണ്ട് നമുക്ക് അർത്ഥം വേണ്ടേ? ഇന്ന് നമ്മൾ എവിടെയെല്ലാം ഡാഫോഡിൽ എന്നൊരു വാക്ക് ചുമ്മാ കേട്ടാൽ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് വില്യം ഷേക്സ്പിയർ എന്ന മിടുക്കനായ ഒരു എഴുത്തുകാരനെയാണ്. കാരണം അദ്ദേഹമാണ് ആ കവിതാ സമാഹാരത്തിന്റെ അല്ലെങ്കിൽ എഴുത്തുകളുടെ ഒരു രൂപം കാണുന്നത്. എവിടെയെങ്കിലും ലൈറ്റ് കത്തുന്നത് കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ഐസക് ന്യൂട്ടന്റെ ഓർമ്മ വരും. എന്തുകൊണ്ടാണ്? അതെല്ലാം കണ്ടുപിടിച്ചത് ആ മനുഷ്യനാണ്. അത് അറിയാവുന്നവർക്ക് മാത്രം. അറിയാൻ മേലാത്ത ആളുകളില്ലേ? ഉണ്ട്. ഈ ഭൂമിയിൽ അങ്ങനെയാണ്. എല്ലാവർക്കും അറിയണമെന്നില്ല. നമ്മൾ എല്ലാവരും ഓർക്കണം നിർബന്ധമില്ല. മഹാത്മാഗാന്ധിയെ കണ്ണട വച്ച അപ്പൂപ്പൻ എന്ന് പറഞ്ഞ കേരളത്തിലെ മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനർത്ഥം അവർക്ക് മഹാത്മാഗാന്ധിയെ കുറിച്ച് വ്യക്തമായ ചിത്രമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതെല്ലാം നമ്മുടെ നാട്ടിലെ സ്വാഭാവികമായ കാര്യമാണ്. ഇതെല്ലാം ജീവിതം എന്ന് പറയുന്ന യാഥാർത്ഥ്യങ്ങളൂടെ കടന്നു പോകാം. പക്ഷേ ഈ ജീവിതം മനോഹരമാക്കണം, ഈ ജീവിതം സുന്ദരമാക്കണം. കാരണം എന്ത്? ഈ ജീവിതത്തിൽ ഒരു കുഞ്ഞ് ഒരു വീട്ടിൽ വന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അവന്റെ അപ്പനും അമ്മയും അവനെ താലോലിച്ചു വളർത്തും. എനിക്കൊരു മോനുണ്ട്, അവന് 2.5 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ വൈഫാണെങ്കിൽ അവനെ അംഗൻവാടി വിട്ടിരുന്നില്ല. ഞാൻ പറഞ്ഞു നീ കൊണ്ട് വിട്, അംഗൻവാടിക്ക് വിട്. അവൻ വിടത്തില്ല. അവൾ പറയുന്നത് 3 വയസ്സ് വരെ അവൻ എൻ്റെ കൂടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വിട്ടേക്കാം. അർത്ഥം നമ്മളങ്ങനെ വളരെ താലോലിച്ച് ഓമനിച്ചൊക്കെയാ നമ്മൾ വളർത്തുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോഴോ അവനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടും. അത് കഴിയുമ്പോൾ അവൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് പാസ്സായി. നമ്മൾ വളരെ ആഘോഷത്തോടെ അവനെ +2 വിടും. അതിനുശേഷമോ MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ നഴ്സിംഗോ അല്ലെങ്കിൽ IAS ആട്ടെ, എനിവേ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിപ്പിച്ച് അവനെ ജോലിക്കാരനാക്കും. ഒരു 25 വയസ്സ് കഴിയുമ്പോൾ അവന് നല്ലൊരു ജോലി കിട്ടി, എവിടെയെങ്കിലും സെറ്റ് ആവും. അപ്പൊ നമ്മൾ പറയും കല്യാണം കഴിക്കാൻ. അവൻ കല്യാണം കഴിച്ചു. കുറച്ചുകൂടെ കഴിയുമ്പോൾ നേരെ പഴയ പോലെ തന്നെയാണ്. കാരണം അവനൊരു മകനുണ്ടായി, അവനെ വളർത്തി, അവൻ വലുതാക്കി. ഇങ്ങനെ ഒരു ചാക്രീയതയിലാണ് ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനർത്ഥമെന്ന് പറഞ്ഞാൽ ഇതാണ് ജീവിതം. ഇതിനപ്പുറം ഒരു പാറ്റേൺ മാറി ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലം മാറി കേട്ടോ. ഇപ്പം കല്യാണം കഴിക്കണ്ട, കല്യാണം പെണ്ണിന് ഇഷ്ടമില്ല, പെണ്ണിന് ആണിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ആണിനെ കെട്ടാനാണ് ഇഷ്ടം, പെണ്ണിനെ കെട്ടാനാണ് ഇഷ്ടം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ആ ട്രെൻഡുകളെ പറ്റി പറയാതിരിക്കുന്നതാണ് ഭേദം. ഞാനീ പറയുന്നത് അങ്ങേ അറ്റത്തെ ഏതെങ്കിലും കുഗ്രാമത്തിൽ കിടക്കുന്ന സിക്കിമിനെ കുറിച്ചോ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്താ പറയുക ബീഹാറിനെ കുറിച്ചോ ഒന്നല്ല പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഇന്ന് എനിക്ക് ഈ പെണ്ണിനെ മതി എന്ന് പറയുന്ന പെണ്ണും ഈ ചെറുക്കനെ മതി എന്ന് പറയുന്ന ചെറുക്കനെയും നമുക്ക് കാണാം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് കുടുംബത്തിന് വിലയില്ല, കൂട്ടുകുടുംബത്തിന് വിലയില്ല, ചെറിയ കുടുംബത്തിനോ വലിയ കുടുംബത്തിനോ വിലയില്ല.
മക്കള് വേണ്ടെന്ന് പറയുന്ന ദമ്പതികൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നു. ഇതൊക്കെ നമ്മുടെ നാടിന്റെ കാഴ്ചകളല്ലേ? പക്ഷേ ഇതിനിടയിലാണ് ഞങ്ങൾ പ്രതിപാദിക്കുന്ന പ്രതിപാദ്യ വിഷയമായ ലഹരിക്കുള്ള പ്രാധാന്യം. എന്തുകൊണ്ടാണ് ലഹരിയെ ഇത്രയധികം ഞങ്ങൾ എതിർക്കുന്നത്? ആളുകൾ പറയുന്നു എതിർക്കണം. ഞങ്ങളുടെ മഹാത്മാഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഭൂമിയിൽ വ്യഭിചാരത്തെയും അധാർമികതയും ഞാൻ വെറുക്കുന്നതിനേക്കാൾ കൂടുതൽ മദ്യപാനത്തെയും ലഹരിയെയും ഞാൻ വെറുക്കുന്നു. കാരണം ഇവയുടെ എല്ലാം അമ്മയാണ് ഈ ലഹരി എന്ന് പറയുന്നത്. അതിനർത്ഥമെന്ന് പറഞ്ഞാൽ ആരെല്ലാം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ അവരെല്ലാം ഇല്ലാതായി തീർന്നിട്ടേ ഉള്ളൂ, അവരെല്ലാം നശിച്ചു പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും സുന്ദരമായ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭാഷകളെ, ചെറിയ ഭാഷകളെ വലിയ അർത്ഥങ്ങൾ കൊണ്ടുവന്ന കവിയാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. ആ മഹാകവിയായ മനുഷ്യൻ ഒരു ദിവസം പാളയം എന്ന് പറയുന്ന മാർക്കറ്റിന് താഴെ കുടിച്ചു ബോധമില്ലാതെ ആ മനുഷ്യൻ ഈ ലോകത്തോട് യാത്ര പറയുന്നു. അദ്ദേഹത്തിന്റെ കവിതകൾ വായിച്ച് നമ്മൾ കോരിത്തരിച്ചിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അധികകാലം ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം പല സിനിമാ നടന്മാരും ഇന്റർവ്യൂ നടത്തിയപ്പോൾ പറഞ്ഞതാണ്, വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹാനായ ഒരു നടൻ, അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീനിവാസൻ, നാട്ടുകാർക്കെല്ലാം അറിയാം. അദ്ദേഹത്തിന്റെ കഥകളും കഥാപാത്രങ്ങളും കണ്ട് ചിരിച്ചവരും കൈയടിച്ചവരും ആവേശം കൊണ്ടവരും കരഞ്ഞവരും ഒക്കെയാണ് മലയാളികൾ. ഒരു ദിവസം അദ്ദേഹം പറയുകയാണ്, എന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു തീർന്നത് എന്റെ ജീവിതത്തില് ഒരു ചുവടുകൂടെ മുന്നോട്ട് വെക്കാൻ കഴിയാതെ ഞാൻ തരിപ്പണമായത് പുകവലി ഉള്ളത് കൊണ്ടാ. പ്രിയരെ, ലഹരി എന്ന് പറയുന്നത് ഇങ്ങനെയാ, കൊന്നുകൊണ്ടേയിരിക്കും, മനുഷ്യനെ നന്നാക്കത്തില്ല, നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ പറയും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇതൊന്നും ഒത്തിരി പറയണ്ട. ഞാൻ 10-20 വർഷമായി പ്രസംഗം തുടങ്ങിയിട്ട് ഈ നിരത്തുകളെല്ലാം എനിക്ക് തോന്നുന്നു പലവട്ടം ഈ കുണ്ട്ര വഴി ഞാൻ പോയിട്ടുള്ള ആളാണ്, പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. കാരണം ഇതെല്ലാം അന്ന് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രധാനപ്പെട്ട സാധനം മദ്യപാനം, കള്ളുകുടി, അതുപോലെ തന്നെ ഈ തമ്പാക്ക് വെക്കുന്ന പരിപാടികൾ, ഇങ്ങനെയുള്ള സാധനത്തിനെതിരെ ഞാൻ പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ഇന്ന് ഞാൻ അപ്ഡേഷനായി എന്ന് വേണം പറയാൻ. ഞാൻ അപ്ഡേഷനായി എന്ന് പറയാൻ കാരണം ഇന്ന് ഞങ്ങൾ അതിനെപ്പറ്റി പ്രസംഗിച്ചിട്ട് വലിയ കാര്യമില്ല. പ്രസംഗിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഈ പ്രസംഗം കൊണ്ട് അർത്ഥമില്ല. അതിന് കാരണം അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ പലപ്പോഴും മദ്യപാനമോ മയക്കുമരുന്നോ പുകവലിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ അധികമുള്ള പുതിയ ലഹരികളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നല്ല പ്രയോഗമാണ് സിന്തറ്റിക് ലഹരി, രാസലഹരി. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ മക്കള് പുതുതായിട്ട് ഉപയോഗിക്കുന്ന പിള്ളേരാ. കഴിഞ്ഞ ദിവസം പ്രിൻസ് എന്ന് പറയുന്ന നർക്കോട്ടിക് വിഭാഗത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം എറണാകുളത്ത് പ്രസംഗിച്ച ആളാ. അദ്ദേഹം പറയാണ്, മുമ്പൊക്കെ നമ്മുടെ ആളുകളുടെ ലഹരി ഉപയോഗത്തിന്റെ പ്രായം 15 2010. അത് 12 ആയപ്പോൾ അത് 12 വയസ്സായി മാറി. ഇപ്പൊ 25 അത് 8 വയസ്സായി. 8 വയസ്സുള്ള കുഞ്ഞു പോലും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയരെ, ഇതൊക്കെ പറഞ്ഞു പോകാം. ആളുകൾ പറയും പിന്നെ അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉള്ള പിള്ളേരാ, അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്ത പിള്ളേരാ, മക്കള് നന്നായിട്ട് വളർത്താത്തോണ്ടാ, നന്നായിട്ട് പിള്ളേരെ നോക്കി വളർത്താത്തോണ്ടാ, സൗകര്യമില്ലാത്ത വീട്ടിലെ പിള്ളേരാ. ഒന്നുമല്ല, എല്ലാ വീട്ടിലെ പിള്ളേരും ഒരുപോലെ. കാരണം ചെറുതായിട്ടോ വലുതായിട്ടോ ലഹരി തുടങ്ങിയോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് മുണ്ടക്കയത്തിനടുത്ത് ഒരപ്പനും അമ്മയും കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. ചെറിയ വാർത്തകൾ അവിടെ ഇവിടങ്ങളിൽ ന്യൂസായിട്ട് വന്നു. എന്താണ് കാരണം? നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന, നല്ലതായിട്ട് കുടുംബം പുലർത്തിയ അപ്പനും അമ്മയും ഒന്നുമില്ലാതിരുന്നു. പക്ഷെ അവർ കച്ചവടം വെച്ചു, തുടങ്ങി, വെട്ടിപ്പിടിച്ചു. നാട്ടുകാരുടെ മുമ്പിൽ അവർ മാന്യരായി വളർന്നു. എന്നിട്ടോ ഒരു കുഞ്ഞിനെ ഉണ്ടായി. അവനെ നന്നായിട്ട് പോറ്റി വളർത്തി. 6-7 വർഷങ്ങൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പ്രാർത്ഥനയും പൂജയും കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാത്തിരിപ്പൊക്കെയായി അവനെ കിട്ടി. ഏറ്റവും ഒടുവിൽ അവനെ സ്കൂളിൽ പറഞ്ഞു വിട്ടു. 13-ാമത്തെ വയസ്സായപ്പോ അവൻ എവിടെന്നോ ലഹരിയുടെ ചെറിയ സംഗതികൾ അവന്റെ കയ്യിൽ കിട്ടി. 14 വയസ്സായപ്പോ അവൻ മൂത്ത ലഹരിയായി വട്ടനായി. പിന്നെ അവൻ ഭയങ്കര പ്രശ്നമായി. സ്വന്തം അമ്മയെ, ഉറങ്ങിക്കിടന്ന അമ്മയെ അവൻ ബലാത്കാരമായി അമ്മയുടെ വീടിന് ശരീരത്തിലേക്ക് അവൻ ആർത്തി കൊണ്ട് കയറി പിടിക്കുന്നു. അമ്മ സഹിക്കാൻ പറ്റിയില്ല, കരഞ്ഞു, നിലവിളിച്ചു, ഭയങ്കരമായി പ്രശ്നമായി. വീട്ടിൽ അപ്പനോട് പറഞ്ഞു, അവനെ വഴക്ക് പറഞ്ഞു, അവന് കലിപൂത്തു. അവനാണെങ്കിൽ ആ വീട് വിട്ടിറങ്ങി 3 ദിവസം അലഞ്ഞു തിരിഞ്ഞ് നടന്നു. എവിടെയാണ് എന്താണെന്ന് അറിയത്തില്ല. ഏറ്റവും ഒടുവിൽ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സമീപത്തായിട്ട് നിശ്ചലമായ അവന്റെ ശരീരം അവിടെ കിടക്കുകയാണ്. അമ്മയപ്പന്മാർ കണ്ടത് അളിഞ്ഞ് മുഖമൊന്നും കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വികൃത രൂപമായ കുറെ മാംസപിണ്ഡം മാത്രം അവരുടെ കയ്യിൽ കിട്ടി. പ്രിയരെ, എന്തിനാ പോറ്റി വളർത്തിയത്? എന്തിനാ അധ്വാനിച്ചത്? എന്തിനാ കഷ്ടപ്പെട്ടത്? ഏറ്റവും ഒടുവിൽ അവർ ചെയ്തതെന്നറിയാമോ? അവർ ഒരു മുഴം കയറി അവരുടെ ജീവിതം അവസാനിപ്പിച്ചു. ഒരു കുടുംബം മുഴുവൻ താറുമാറായില്ലേ?
ഒരു കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടില്ലേ? ഇന്ന് നിങ്ങൾ ഈ ബന്ധപ്പെട്ട് ഓടുന്ന ഓട്ടം, നിങ്ങൾ ഈ കടന്ന് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട്, നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, എന്ത് പ്രയാസപ്പെട്ട ഒരു രൂപയ്ക്ക് മറുരൂപ ഉണ്ടാക്കാൻ നിങ്ങൾ കിടന്നു ബന്ധപ്പെടുന്നത്, അധ്വാനിക്കുന്നത്, കഷ്ടപ്പെടുന്നത്. ആരോടെല്ലാം തർക്കിച്ച്, ആരോടെല്ലാം വഴക്കിട്ട്, ആരോടെല്ലാം ദേഷ്യപ്പെട്ട്. നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല, നമ്മൾ മുഷിഞ്ഞ് വർത്താനം പറഞ്ഞ് എന്തെല്ലാം പറഞ്ഞിട്ടൊക്കെയാ പണം ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയല്ലേ? ഏറ്റവും ഒടുവിൽ അവരെന്താ ചെയ്യുന്നത്? പിള്ളേര് താനാ വിധത്തിൽ തരിപ്പണമായി പോയാൽ എന്ത് ഗതി? പ്രിയരെ, ഇതിന് മാറ്റം വേണം, ഇതിന് മാറ്റം വേണം. പ്രിയരെ, ഈ സന്ദേശം ഞങ്ങൾ ഇവിടെ പറയുമ്പോൾ മാറ്റം ഉണ്ടെന്ന് പറയാനാ വന്നത്. ഞങ്ങൾ ഈ മൈക്രോഫോണും വെച്ച് കെട്ടി ഇവിടം വരെ വന്നത് ലഹരിക്കെതിരെ പ്രതികരിക്കുന്ന ഏതെങ്കിലും ഒരു ആയുർവേദ കടയോ ഔഷധ കടയോ പറയാനല്ല, ഏതെങ്കിലും ഒരു സാംസ്കാരിക സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നവോത്ഥാന പ്രസ്ഥാനത്തെയും പരിചയപ്പെടുത്താൻ വന്നതല്ല. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ ഇല്ല. ഒരുപക്ഷെ ലഹരിക്കെതിരെ പ്രതികരിച്ചവരും പ്രതിരോധിച്ചവരുമായ ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ അവരെല്ലാം 100% ജയമെന്ന് പറയാൻ ആർക്കും പറഞ്ഞില്ല. നമ്മൾ പറയുന്നല്ലേ 916 ഗ്യാരണ്ടിയോടുകൂടി ആർക്കും തന്നെ ഇന്ന് വരെ ഒരിടത്തും ഒരു ലഹരിക്കെതിരെയും ഞങ്ങൾ ജയിച്ചു എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും പരാജയപ്പെട്ടു പോയി. അതിനർത്ഥം പറ്റില്ല, മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈ സാധനത്തെ മാറ്റാൻ പറ്റില്ല. അർത്ഥം അങ്ങനെയല്ലേ? അകത്ത് കിടന്ന് വെള്ളം ഇങ്ങനെ തിളച്ച് പൊങ്ങുന്ന ആ ലാവ പോലെ കത്തി ജ്വലിക്കുന്ന ഭൂമിയുടെ അകത്ത് നിന്ന് ഒരു ദിവസം ഭൂമിയെല്ലാം പൊട്ടിച്ചിട്ട് ആ ലാവ പുറത്തു വരും. അപ്പൊ നമ്മൾ പറയില്ലേ അഗ്നിപർവ്വത സ്ഫോടനമാണെന്ന്? ഇതുപോലെ മനുഷ്യന്റെ ഉള്ളിൽ തിളച്ച് പതഞ്ഞു പൊങ്ങുന്ന ഒരു വസ്തുവുണ്ട്. മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന, തെറ്റിലേക്ക് നയിക്കുന്ന, അവന്റെ ദോഷത്തിലേക്ക് നയിക്കുന്ന, അധാർമികതയിലേക്ക് നയിക്കുന്ന, അവനെ ദോഷത്തിലേക്ക് നയിക്കുന്ന ഒരു ശക്തി മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അതിന് മതങ്ങളാകട്ടെ, വേദങ്ങളാകട്ടെ, തത്വചിന്തകളാകട്ടെ, തത്വജ്ഞാനികളാകട്ടെ, ധാർമ്മിക ചിന്ത ആചാര്യന്മാരാകട്ടെ, ഈ ലോകത്തിൽ മനുഷ്യർക്ക് വേണ്ടി നവോത്ഥാനത്തിനായി വന്ന ആചാര്യന്മാരാകട്ടെ, ഗുരുക്കന്മാരാകട്ടെ, പറയുന്ന ഒറ്റ പേര് പാപം എന്നാണ്. പാപം മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ പാപിയായതുകൊണ്ട് പാപിയായ മനുഷ്യന് ഒരിക്കലും മാറ്റം വരാൻ കഴിയില്ല. അവ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അവ തിന്മ ചെയ്തുകൊണ്ടേയിരിക്കും, അവന് മാറാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പാപത്തിന് മാറ്റം വേണ്ടേ? എന്തെങ്കിലും മാറ്റം വരുത്തോ? എന്റെ തൊട്ടടുത്ത പഴക്കൊലകളുടെ ഒരു കടയാണുള്ളത്. തൊട്ടു മുമ്പിൽ ഒരു വെജിറ്റബിൾ കടയുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഏതെങ്കിലും ഒരു ഭക്ഷണ വസ്തു കഴിച്ച് ഒരു മനുഷ്യന്റെ പാപം മാറ്റിയതായി നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇവിടുത്തെ വസ്ത്രക്കടകൾ ഇഷ്ടം പോലെയുണ്ട്. ഏതെങ്കിലും ഒരു വസ്ത്രം ധരിച്ച് മനുഷ്യന്റെ പാപം മാറ്റിയതായി നിങ്ങൾക്കറിയാമോ? ഏതെങ്കിലും ഒരു മെഡിക്കൽ സയൻസിൽ ആശുപത്രിയിൽ ചെന്നാൽ പാപത്തിന് ഒരു ഗുളികയോ മരുന്നോ ഒരു സർജറിയോ ഒരു ഡോക്ടറെയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റത്തില്ല. ഇവിടെ ഇഷ്ടംപോലെ സർവകലാശാലകളുണ്ട്. ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ പാപത്തിന് എതിരെ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം നൽകുന്ന ഒരു ഇടം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ ഇവിടെ പാപമില്ലാത്ത ഇടവാ, പുണ്യ സ്ഥലവാ എന്ന് പറയാൻ പറ്റുമോ? എല്ലായിടത്തും പാപമുണ്ട്. പാപമില്ലാത്ത ഇടം ഒരിടത്തുമില്ല, എല്ലായിടത്തും പാപമുണ്ട്. പക്ഷെ പാപത്തിന് മാറ്റം വേണ്ടേ? ഈ ഭൂമിയിൽ വന്നിട്ടുള്ള എല്ലാത്തിനും മരുന്ന് കണ്ടുപിടിച്ചില്ലേ? കഴിഞ്ഞ 2020 ഈ ഭൂമിയിലേക്ക് വന്ന കൊറോണ എന്ന മഹാവൈറസിനെ അടച്ചുകൂട്ടിയിട്ട് മനുഷ്യൻ പേടിച്ചു. പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോൾ അതിനെ കൊല്ലാനുള്ള വൈറസും കണ്ടുപിടിച്ച മനുഷ്യൻ പുറത്തു വന്നത്. അർത്ഥം ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതിന് മറുപടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പാപത്തിന് എന്തേ മറുപടി കണ്ടുപിടിക്കാത്ത? മനുഷ്യോൽപത്തിയോളം പഴക്കമുള്ള പാപത്തിന് ഇന്ന് വരെ ആരും ഒരു മരുന്ന് കണ്ടുപിടിച്ചില്ല, ഒരു മറുപടി കണ്ടുപിടിച്ചില്ല. പക്ഷേ ഈ നട്ടുച്ച നേരത്ത് ഉച്ച സൂര്യൻ എന്റെ ഉച്ചയിൽ അടിച്ചു നിൽക്കുമ്പോ സന്തോഷത്തോടെ, സധൈര്യത്തോടെ, ദൃഢതയോടെ, ചങ്കൂറ്റത്തോടെ, ആവേശത്തോടെ സത്യം പറയുന്നു എന്ന ഉറപ്പിന്റെ മേൽ, അഹങ്കാരത്തിന്റെ മേൽ ഞങ്ങൾ പറയുന്നു പാപത്തിന് മറുമരുന്നുണ്ട്, പാപത്തിന് പരിഹാരമുണ്ട്. എവിടെയാണ് പാപത്തിന് പരിഹാരം? ഒറ്റ വാചകത്തിൽ ഉത്തരം ഇങ്ങനെ. തിരുവചനം പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവം അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒറ്റ വാചകം ഇങ്ങനെ. പാപത്തിന് പരിഹാരം എവിടെയെന്ന് നിങ്ങൾ സ്നേഹത്തോടെ എന്റെ മുഖത്ത് നോക്കിയൊന്ന് ചോദിച്ചേ, എങ്കിൽ ഞാൻ വിരൽ ചൂണ്ടിക്കാണിക്കാം. തിരുവചനം പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്റെ പ്രിയ സ്നേഹിത, ഇതൊരു ബേക്കറി കടയുടെ പരസ്യമല്ല, ഇതൊരു വെള്ള കമ്പനിയുടെ പരസ്യമല്ല, ഇതൊരു ബ്ലഡ് ബാങ്കിന്റെ പരസ്യമല്ല, ഒരു ആശുപത്രിയുടെ പരസ്യമല്ല. പകരമോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാനവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ഭൂമിയിലേക്ക് വന്ന മനുഷ്യവർഗത്തിന് വേണ്ടി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും മനുഷ്യന് വേണ്ടി ജീവിക്കുന്ന ശ്രീയേശുനാഥൻ മാനവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ഇഴിവുകളിൽ യേശു യാഗമായി. ഒരു കുരിശ് കാണുമ്പോ നിങ്ങൾ വെറുതെ ഒന്ന് കുരിശ് മരിച്ച് ഓടിപ്പോകാൻ ഉള്ളതല്ല ആ കുരിശ്. പകരമോ മാനവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം സാക്ഷാത്കാരം
ആധാരമാക്കിയ ഒരു ചിഹ്നമാണ് കുരിശ് എന്ന് പറയുന്നത്. അത് ക്രിസ്ത്യാനികളുടെ കഴുത്തലണിയാനുള്ള ഒരു അടയാളമല്ല, അഹങ്കാരത്തിന് നെറ്റിത്തടത്തിൽ വരയ്ക്കാനുള്ള ഒരു സംഗതിയുമല്ല. പകരമോ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പാപിയായ ഒരു മനുഷ്യന് പാപത്തിൽ നിന്ന് മോചനം ഉണ്ടാകണമോ, ആ കുരിശിന്റെ ചുവട്ടിൽ ചെല്ലണം. 2025 വർഷങ്ങൾക്ക് മുമ്പ് ആ കുരിശിൽ ഒരുവൻ മരിച്ചിട്ടുണ്ട്, അവന്റെ പേര് യേശു എന്നാണ്. അപ്പൊ ചോദിക്കും, ഒരുപാട് പേര് മരിച്ചില്ലേ, ഒരുപാട് പേര് ജീവിച്ചില്ലേ, ഒരുപാട് പേര് രക്തസാക്ഷികളായില്ലേ, അപ്പൊ അതിനേക്കാൾ വലിയത് പ്രത്യേകത എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ഉത്തരം ഇതാണ്: യേശുവിന്റെ രക്തസാക്ഷിത്വവും യേശു ക്രിസ്തുവിന്റെ ജനനവും ജീവിതവും അതൊരു സാധാരണമായ അല്ലെങ്കിൽ ഒരു സാധാരണമായ ഒരു രക്തസാക്ഷിത്വമായി കാണേണ്ട ഒന്നല്ല പ്രിയരെ. പകരമോ ദൈവമായിരുന്ന, ദൈവ സാക്ഷാത്കാരമായിരുന്ന, ദൈവവചനമായിരുന്ന, ദൈവാളത്വമായിരുന്ന, ദൈവത്തിന്റെ പ്രഭയായ, ദൈവത്തിന്റെ ഓമന കുമാരനായ ശ്രീ യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് വന്ന പ്രിയരെ, മാനവർഗത്തിനായി ഈ ഭൂമിയിൽ ജീവിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, നല്ലത് മാത്രം ചെയ്തു, നല്ലത് മാത്രം പറഞ്ഞു. ഉലകത്തിൽ ഇതുപോലെ തത്വജ്ഞാനം പറഞ്ഞ ഒരു തത്വജ്ഞാനിയില്ല, ഉലകത്തിൽ ഇതുപോലെ സാരോപദേശം പറഞ്ഞ ഒരു ഗുരുശ്രേഷ്ഠനില്ല, ഇതുപോലെ ഉലകത്തിൽ പ്രവചിച്ച ഒരു പ്രവാചകനില്ല, ഇതുപോലെ അത്ഭുതം പ്രവർത്തിച്ച ഒരു അത്ഭുത സൃഷ്ടി ഇവിടെയില്ല. അങ്ങനെയാണ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചത്. അതുകൊണ്ട് യേശുവിനെ നോക്കി യേശു ജനിക്കുന്നതിന് 3000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, ഇതാ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സനാതന പ്രഭു എന്ന് പേർ വിളിക്കും. ഈ ഭൂമിയിൽ ഒരുപാട് മന്ത്രിമാരുണ്ട്, വകുപ്പുകൾ പലതുണ്ട്, അത്ഭുത മന്ത്രി ഒന്നേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. കാരണം ഉലകത്തിലുള്ള സകല രോഗത്തിനും പരിഹാരം യേശുവിന്റെ അടുക്കലുണ്ട്. എന്റെ വാചകം ഞാനിവിടെ കുത്തിട്ട് നിർത്താൻ ആഗ്രഹിക്കുമ്പോൾ സ്നേഹത്തോടെ ചോദിക്കട്ടെ, പ്രിയ സ്നേഹിത, ജീവിതത്തിൽ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, സുവിശേഷം കേട്ടിട്ടുണ്ട്, പക്ഷേ ഉള്ളിലേക്ക് യേശുവിനെ കൊണ്ടുവന്നിട്ടില്ല. ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന് ചീട്ടെഴുതി ഒതുക്കി മാറ്റി അങ്ങോട്ട് നിർത്തുമ്പോ ഓർത്തുകൊള്ളണം, അങ്ങനെ ഒരു ദൈവത്തെ അല്ല ഈ കുണ്ടറയുടെ മണ്ണിൽ ഇന്നുച്ചയ്ക്ക് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. സകല മാനവനും വേണ്ടി തിരുവചനം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് തന്റെ ഇടത്തോടെ ഞങ്ങൾ പറയുന്നു, മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉലകത്തിലുള്ളൂ, ഒരേ ഒരു നാമമേ ഉലകത്തിലുള്ളൂ, അത് യേശു എന്ന നാമമാണ്. പ്രിയരെ, അതുകൊണ്ട് തിരുവചനം പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവ് യേശു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്റെ പ്രിയ സ്നേഹിത, താങ്കളുടെ കുടുംബജീവിതം തകർന്നതാണോ? താങ്കളുടെ വ്യക്തിപരമായ ജീവിതം തകർന്നതാണോ? താങ്കൾ കടഭാരം കൊണ്ട് വീർപ്പുമുട്ടിയ മനുഷ്യനാണോ? താങ്കൾ കഷ്ടത കൊണ്ട് വലഞ്ഞു പോയൊരു മനുഷ്യനാണോ? താങ്കളുടെ ജീവിതത്തിൽ വേദനകളുള്ള ഒരു മനുഷ്യനാണോ? ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞൊരു മനുഷ്യനാണോ? മനസമാധാനം ഇല്ലാത്ത മനുഷ്യനാണോ? ആത്മഹത്യക്ക് വേണ്ടി ഓടി നടക്കുന്നവനാണോ? പക്ഷേ സ്നേഹത്തോടെ ഞാൻ മാടി വിളിക്കുന്നു, സ്നേഹിത, നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു രക്ഷകൻ കുണ്ടറയിൽ വന്നിട്ടുണ്ട്. നിന്നെ സ്നേഹിപ്പാൻ കഴിയുന്ന ഒരു രക്ഷകൻ ഈ കുണ്ടറയിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണോ യേശു നിങ്ങളുടെ അടുത്ത് വരുമോ? പ്രിയരെ, ഞങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടി പ്രത്യേകിച്ച് മാജിക്കുകളോ മയക്കുപൊടികളോ മന്ത്രപടികളോ ആച്ഛാദനങ്ങളോ പ്രത്യേകിച്ച് ഉള്ള പുണ്യജനങ്ങളോ ഒന്നും ഇവിടെയില്ല. പക്ഷെ ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്ന ഒരു രക്ഷകനുണ്ട്. ഞങ്ങൾ കണ്ണീരോടെ അപേക്ഷിച്ചാൽ വിടുതൽ തരുന്ന ഒരു രക്ഷകനുണ്ട്. ആ യേശുവിനെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. എന്റെ പ്രിയ സ്നേഹിതരെ, ഈ യാത്രക്കിടയിൽ ഞങ്ങൾ പലയിടങ്ങളിൽ പോകുമ്പോൾ കണ്ണുനീരോടുകൂടി ഞങ്ങളുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച ഒത്തിരി പേരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വിടുതൽ പ്രാപിച്ച ഒത്തിരി പേരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സ്നേഹത്തോടെ ഞങ്ങൾ പറയുന്നു, സ്നേഹിത, നിങ്ങൾക്ക് വരാൻ മനസ്സുണ്ടോ? ഒരു പക്ഷേ നിങ്ങൾക്ക് മടിയില്ല, ലജ്ജയില്ല, നാണമില്ല, എനിക്ക് വേണ്ടി ഒന്നൊന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് സന്തോഷമാണ് എന്നുള്ളിൽ നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ മടികൂടാതെ വാ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് യേശു നിങ്ങൾക്ക് രൂപാന്തരം വരുത്തും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലവും പുതുതായിരിക്കുന്നു. ആ വചനത്തിന്റെ നിവൃത്തി ഇന്ന് കുണ്ടറയുടെ മണ്ണിൽ നിവൃത്തിയാകാൻ പോകുന്നു. ആ വചനത്തിന്റെ നിവൃത്തി കുണ്ടറയുടെ മണ്ണിൽ നിവൃത്തിയാകാൻ പോകുന്നു. ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ യേശു നിങ്ങളെ മാടി വിളിക്കുന്നു. ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക്, ആ യേശു നൽകുന്ന രക്ഷയിലേക്ക്, ആ യേശു നൽകുന്ന ദിവ്യ സമാധാനത്തിലേക്ക്, യേശു നൽകുന്ന പുതിയ ജീവിതത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകിയ രാജീവ് സാറിനോടുള്ള